ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ഓണം ടു ഓൾ. യാദവട്ടൻ രാവിലെ തന്നെ കുറച്ച് പൂക്കളെല്ലാം പറിച്ചുകൊണ്ടു മുറ്റത്തിട്ടായിരുന്നു. നമ്മൾ തലേന്നേ ഓണത്തിന് വേണ്ടുന്ന അത്യാവശ്യ സാധനങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മോർണിംഗിൽ ഒരു 5 o'clock കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 10-11 o'clock ആകുമ്പോൾ നമ്മളെ ഫുഡെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പായസം നമ്മൾ പരിപ്പ് പ്രഥമനാവാൻ ഇച്ചിരി ലേറ്റ് ആയിരുന്നു. അതും കൂടി ഏകദേശം ഒരു 12 o'clock ആകുമ്പോൾ റെഡിയായി. അങ്ങനെ നമ്മളെ ഓണസദ്യ വീട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഒരു 10-20ഓളം കറികളും സാധനങ്ങളെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഓണസദ്യ ഉണ്ടാക്കിയത്. അങ്ങനെ മക്കൾക്ക് നമ്മൾ ഇപ്രാവശ്യം ടേബിളിന് മുകളിലാണ് ഇല വിരിച്ചിട്ട് കൊടുത്തത്. പൊതുവേ നമ്മൾ താഴിലാണ് ഇരുത്താറ്. അങ്ങനെ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഓണസദ്യ കഴിക്കാൻ. നമ്മളങ്ങനെ വിഷുവിനും ഓണത്തിനും നമ്മൾ സദ്യ തന്നെയാണ് ഉണ്ടാക്കാറ്. അവർക്ക് വളരെ ഇഷ്ടമാണ് ഓണസദ്യ. സദ്യയിൽ എനിക്ക് കുറച്ച് കറികൾ ഇഷ്ടമാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ലാസ്റ്റ് പ്രഥമനും പഴവും പപ്പടവും കൂടി കഴിക്കാനാണ്. ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തൊട്ട് മുന്നത്തെ റിവർ സൈഡിലൂടെ നമ്മൾ കുറച്ച് നടക്കാൻ പോയി. എന്നാൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.